നമസ്കാരം, എന്തൊരു വിശേഷം? എല്ലാവർക്കും സുന്ദരിയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വിഷുവും ഈസ്റ്ററും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ആഘോഷങ്ങൾക്ക് ഒരു ഇടവേളയായിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും വീണ്ടും പഴയ റുട്ടീനിലോട്ട് തിരിച്ചു വന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും അതെ. അപ്പോൾ ഇനി നമുക്ക് സാധാരണ രീതിയിലെ കുറച്ച് റെസിപ്പീസ് ഒക്കെ ഇടണം. കാരണം വിശേഷ അവസരങ്ങളാകുമ്പോൾ പിന്നെ അതിനോടനുബന്ധിച്ചുള്ള റെസിപ്പീസ് ഇട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള സമയം കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ചമ്മന്തി ആയിട്ടാണ്. ചമ്മന്തി എന്ന് പറയുമ്പോൾ പൈനാപ്പിൾ ചമ്മന്തി. നിങ്ങൾ എത്ര പേര് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പൈനാപ്പിൾ ചമ്മന്തി? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇന്നലെ ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ പൈനാപ്പിൾ ചമ്മന്തി എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചാഞ്ചനോട് പറഞ്ഞത് എന്താ ഉണ്ടാക്കുക, പൈനാപ്പിൾ ഉപ്പിലിടണോ അല്ലെങ്കിൽ പൈനാപ്പിൾ ലഡ്ഡു ഉണ്ടാക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ ചേട്ടൻ തമാശയ്ക്ക് പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ഈ ചമ്മന്തി ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടി. അത് ശരിയാണല്ലോ, ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ അപ്പം തന്നെ പൈനാപ്പിൾ എടുത്ത് ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ചേട്ടനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഒട്ടും വൈകാണ്ട് തന്നെ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോസ്, നമ്മുടെ വീനസ് കറിവേളിലെ പൈനാപ്പിൾ ലഡ്ഡുവും അതുപോലെ തന്നെ ഉപ്പിലിട്ടതൊക്കെ കാണാൻ മറക്കരുത്. അതും നല്ല റെസിപ്പീസ് തന്നെയാണ്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് പൈനാപ്പിൾ ചമ്മന്തി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള പൈനാപ്പിൾ ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ മുഴുവനും പൈനാപ്പിൾ വേണ്ട, ഒരു ചെറിയ പോർഷൻ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാം. ആദ്യം നിങ്ങളൊരു ചെറിയ പോർഷൻ ഉണ്ടാക്കി നോക്കൂ. അതിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഉണ്ടാക്കാമല്ലോ. ഇപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, നമുക്ക് ഒരു ആദ്യമായിട്ട് റെസിപ്പി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കുറച്ചുണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിനി ഇതിനെ കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഈ ഭാഗം നോക്കേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്ത് കളയാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്യാറ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഉള്ള ബ്ലാക്ക് ഐ റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓറഞ്ച് ജ്യൂസ് അടിക്കുന്നതിൽ കാണിച്ചില്ലേ, അതുപോലെ തന്നെയാണ് എല്ലാ ഫ്രൂട്ടും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. ഞാൻ 2-3 വീഡിയോയിൽ പൈനാപ്പിളിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വെച്ചിട്ടാണ് ഈ ഭാഗം ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഈ ഭാഗം ബ്ലാക്ക് ഷെയ്ഡ് അങ്ങ് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. അപ്പം മൊത്തത്തിൽ ഈ കഷ്ണം കൂടെ ഞാൻ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ കാണിക്കാം. നമ്മൾ 2 കഷ്ണം പൈനാപ്പിൾ ഞാനിവിടെ കട്ട് ചെയ്ത് ഉള്ളിലത്തെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പൈനാപ്പിളിൻ്റെ മധുരവും അതുപോലെ തന്നെ പുളി അനുസരിച്ച് വേണം പൈനാപ്പിളിൻ്റെ അളവ് തീരുമാനിക്കാൻ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്, മധുരം പുളിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ചെറിയൊരു പീസ് മാത്രം. എനിക്ക് പൈനാപ്പിൾ ചിലപ്പോൾ അലർജിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. അത്യാവശ്യത്തിന് പുളിയുള്ള പൈനാപ്പിളാണ് നമ്മുടെ ചമ്മന്തിക്ക് നല്ലത് കേട്ടോ. മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി പുളിയുള്ള മാങ്ങയല്ലേ നല്ലത്, അതുപോലെ തന്നെ ഇച്ചിരി പുളിയുള്ള പൈനാപ്പിളായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ നിങ്ങൾക്കിപ്പോൾ എന്നെപ്പോലെ അലർജിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈനാപ്പിൾ ആദ്യം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യണം. അതിന് ശേഷം തണുത്തതിന് ശേഷം ചമ്മന്തി അരയ്ക്കുക. പക്ഷേ അലർജി ഒന്നും ഇല്ലാത്തവർ നേരെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മിഡിൽ പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഈ കട്ടിയുള്ള ഭാഗം നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ചിലതിനൊക്കെ നല്ല ചൊറിച്ചിലുണ്ടാവും, അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാന്ന് തോന്നുന്നവർ എടുത്തോളൂ, പക്ഷെ ഞാൻ എടുക്കാറില്ല. ഓക്കെ, ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് അങ്ങ് മുറിക്കുക. അതിന് ശേഷം ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങാം. നമ്മൾ പൈനാപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചമ്മന്തി അരച്ചെടുക്കണം. അതിനാദ്യം നമുക്ക് അതിലോട്ട് പച്ചമുളകാണ് അരിഞ്ഞ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് എരിവ് കൂടുതൽ ഇടാൻ താല്പര്യപ്പെടുന്നുണ്ട്, കാരണം അപ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് കിട്ടുക. മാത്രമല്ല കേട്ടോ, നമുക്ക് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് എരിവിൻ്റെ, അതായത് പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തണം. ഞാനിപ്പോൾ ഒരു 5 ചെറിയ പച്ചമുളക് ചേർക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് നോക്കിയിട്ട് എരിവ് പോരാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകാണ്. നന്നായിട്ട് ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറുതാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് പെട്ടെന്ന് നമുക്കിതങ്ങ് അരിഞ്ഞ് കിട്ടുള്ളൂ. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ചെറിയുള്ളി, ഈ ഒരു അളവിന് കേട്ടോ, ഒരുപാട് ചെറിയുള്ളി പാടില്ല. 3 ചെറിയുള്ളി ഇതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 കറിവേപ്പില, ചെറിയ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് കൊണ്ടുവരാം, അത് ജസ്റ്റ് ഒന്ന് ഇത് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ അമ്മിയിൽ ജസ്റ്റ് ചതച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അതിന് ശേഷം വേണം നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ 6 ടേബിൾ സ്പൂൺ. തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഒരുപാട് ഉപ്പിടാൻ പാടില്ല. നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഇതും ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് കൊണ്ടുവരാം. അതായത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാനേ പാടുള്ളൂ, ഓവറായിട്ട് അങ്ങ് അരയ്ക്കാൻ പാടില്ല. അപ്പോൾ ചമ്മന്തി ആവില്ല, ചട്നി ആയിട്ട് മാറി. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഒതുക്കിയെടുക്കാൻ നമ്മൾ പറയില്ലേ, അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ തേങ്ങ ചമ്മന്തി ആയിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ തേങ്ങയും കൂടി ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളുടെ പൈനാപ്പിളിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കറക്കിയെടുക്കാം. ഓവറായിട്ട് അങ്ങ് അരയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അതായത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. ചെറിയൊരു കഷ്ണങ്ങൾ കടിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. 2 പ്രാവശ്യമായിട്ട് നമുക്കിതങ്ങ് അരച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് ഇത് നോക്കട്ടെ, അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ ഒരു വലിയ മിക്സിലോട്ട് മാറ്റിയാലും മതി. ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ചെറിയ മിക്സിൽ അടിക്കാൻ നോക്കി, എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാൻ അടിച്ചെടുത്തത്. ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ വിപ്പ് ചെയ്ത് എടുത്താൽ മതി, ഓവറായിട്ട് അരയണ്ട. അപ്പോൾ ജസ്റ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കടിക്കാനും കിട്ടണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആദ്യം തന്നെ ഒരുപാട് ഉപ്പിടാൻ പാടില്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ചമ്മന്തി പൊടിച്ചതിന് ശേഷം ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അതായിരിക്കും നന്നായിട്ടുണ്ടാവുക. പിന്നെ എൻ്റെ പൈനാപ്പിളിന് അത്യാവശ്യം ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു, പുളിയുള്ള പൈനാപ്പിൾ ആയിരുന്നു. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ടേസ്റ്റ്. അതേസമയം പുളി കുറവാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം ചെറുനാരങ്ങ നീരും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം, അത് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ മധുരം കുറവുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു നുള്ളു പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോവാണ്, അപ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് വരിക. പക്ഷേ ഓപ്ഷനിലാണ്, നിർബന്ധം ഒന്നുമില്ല, ഒരു നുള്ളു മാത്രം കേട്ടോ. ഓവറായിട്ട് ഇടാൻ പാടില്ല. ഒരു നുള്ളു എന്ന് പറഞ്ഞാൽ ഒരു നുള്ളു മാത്രം മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ആ സ്റ്റെപ്പ്. പിന്നെ നല്ല എരിവുണ്ട്, എൻ്റെ മുളകിന് നല്ല എരിവുണ്ടായിരുന്നു, നല്ല സ്പൈസിയാണ്, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതായത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മധുരവും പുളിയും എരിവും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ചമ്മന്തി. നമ്മുടെ മാങ്ങ ചമ്മന്തി പോലെ തന്നെ മാങ്ങയ്ക്ക് പകരമായിട്ട് പൈനാപ്പിൾ ചേർക്കണമെന്ന് മാത്രം. പക്ഷേ നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്, പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ജാനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞ പോലെ അലർജി ഉള്ളവർ ആദ്യം തന്നെ പൈനാപ്പിൾ കുക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ പ്രൊസീജിയർ ചെയ്താൽ മതി, ചൂടാറിയതിന് ശേഷം കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഞാൻ ഫൈനലായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അരേ വാ, എന്താ പറയുക, അടിപൊളി. ഇത് വെറുതെ കഴിക്കാൻ തോന്നുന്നു. ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ചോറിൻ്റെ കൂടെ മാത്രം പരീക്ഷിച്ചിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നിൻ്റെ കൂടി ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ ആണെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ചമ്മന്തി എത്ര നേരം എടുത്തു വയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ. ഞാൻ ഉണ്ടാക്കി അപ്പം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം തന്നെ എന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂർ വരെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കൈപ്പുരസം വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കണം. ആവശ്യമുള്ള സമയത്ത് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. മതിയോ? I must spit water now. Now Archie is going to come and make us all clean the floor.我已经不再是那枯萎的花朵。